നമ്മളെവിടെയാ? ഞാൻ കാണാത്ത പോലെ നമ്മളെവിടെ വെച്ചാ പറ പറ എവിടെയാ? ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ എറണാകുളത്ത് ഒരു കാര്യത്തിന് വേണ്ടി പോയപ്പോൾ എടുത്ത ഒരു റാൻഡം വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞങ്ങൾ വന്ന കാര്യമൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് വിശന്നു. നേരെ വിട്ടു കാർത്തേനിയിലോട്ട്. കാർത്തേനി പോയി. സീറ്റ് കിട്ടാൻ ഇച്ചിരി പാടായിരുന്നു. ഇച്ചിരി പാടൊക്കെ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. അത് നേരെ ഫുഡ് ഓർഡർ ചെയ്തു. ഒരു ഊണും കാളാഞ്ചി കൊഞ്ചും സ്ക്യൂഡൊക്കെ ഓർഡർ ചെയ്തു. അവിടുത്തെ ഒരു ചമ്മന്തി അടിപൊളിയായിരുന്നു. കൊഞ്ചിൻ്റെ ഫുഡ് വന്നു. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ വയറ് നിറച്ച് കഴിച്ചത് ഈ ഇല കണ്ടാൽ തന്നെ അറിയാം ഞങ്ങൾ വയറ് നിറച്ച് കഴിച്ചു വന്നു. അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ മറൈൻ ഡ്രൈവിലോട്ടാണ് പോയത്. പോയാലും എന്തിനാ മറൈൻ ഡ്രൈവ് പോകണമെന്ന് ഞാൻ പറയും. കുറേ നാളെ ഞങ്ങൾ വിചാരിക്കുന്നു ഈ സ്ഥലത്തൊന്ന് പോകണം, ഇവിടെ ഒന്ന് കയറണം എന്നൊക്കെ. നിങ്ങൾക്ക് ഈ പറഞ്ഞപ്പോൾ തന്നെ കാര്യം ഏകദേശം പിടിയിട്ടുണ്ടാവും. അതെ, ഞങ്ങൾ വാട്ടർ മെട്രോ കയറാനാണ് പോണത്. കുറേ നാളെ ഞങ്ങൾ വിചാരിക്കണം. എന്നുവെച്ചാൽ എറണാകുളം എന്നും വന്നാലും വിചാരിക്കും വാട്ടർ മെട്രോയിൽ പോവാമെന്ന്. പക്ഷെ എവിടെ വന്നു കഴിഞ്ഞാൽ ലുലു കയറും, പിന്നെ ഷോപ്പിങ് അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് സമയം പോകും. ഇന്നാണ് പിന്നീട് സമയം കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ നേരെ ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്നാണ് ഞങ്ങൾ കയറി കേട്ടോ. അവിടെ നിന്ന് ഫോർട്ട് കൊച്ചിക്ക് പോകാമെന്നുള്ള പ്ലാനിലായിരുന്നു. നേരെ അവിടെ ചെന്നു. കുറച്ച് ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത്യാവശ്യം ഒരു വെൽ മെയിൻറ്റെയിൻഡ് ആണ് അവരൊക്കെ. നേരെ ചെന്നു. ഞങ്ങൾ കൗണ്ടറിൽ ചെന്നു ടിക്കറ്റ് എടുത്തു. അവിടെ മറ്റേ കൊച്ചി മെട്രോ പോലത്തെ പേപ്പറല്ല, കാർഡാണ്. ഈ കാർഡ് അവർ നമുക്ക് നമ്മുടെ ഇത് റൂട്ട് കഴിയുമ്പോൾ തിരിച്ചവർക്ക് ഏൽപ്പിക്കും. എനിക്കൊന്നും അവർ റീയൂസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മൾ അരമണിക്കൂർ ഇടവിട്ടാണ് ഇതുള്ളത്. അപ്പം നമ്മളവിടെ ഒരു ഇരിക്കാനുള്ള ചെയറുണ്ട്, അവിടെ നമ്മൾ ഇതായിട്ട് ഇരിക്കണം. അതിന് നമ്മുടെ ബോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ഭയങ്കര അച്ചടക്കത്തോടെ ചെന്ന് കയറുകയാണ്. ഞങ്ങൾ ആ വൈറ്റ് ഷർട്ടിട്ടാണ് നിതീഷ് അതിൻ്റെ പുറത്ത് പോകുന്നതാണ്. ഞാൻ കൈ കാണിക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർ മെട്രോ. ഞാൻ ആദ്യമായിട്ടാട്ടോ കാരണം അകത്ത് ഞങ്ങൾക്ക് മറ്റേ വിൻഡോ സീറ്റ് കിട്ടില്ല. അപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ വന്നിരുന്നു. ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് ഫോർട്ട് കൊച്ചിക്കൊരു 11 മിനിറ്റ്സാണ് എടുത്തത്. ശരിക്കും ഒരു 11 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. പക്ഷെ നല്ല കുഴപ്പമില്ല, ഒന്ന് കയറാനുള്ളതാണ്. പിന്നെ എന്നും യാത്ര ചെയ്യുന്നവർക്ക് നല്ലതായിരിക്കും. അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മറ്റേ മറൈൻ ഡ്രൈവിൽ വണ്ടിയിട്ട് നമുക്ക് അവിടെ നിന്ന് പല സ്ഥലത്തേക്കും പോകാം. കുമ്പളങ്ങി, വൈപ്പിന്, അങ്ങനെ കുറേ സ്ഥലത്തേക്കും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നു. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഹെൽത്തി ഫുഡാകാമെന്ന്. കരിക്ക്, പിന്നെ കുറച്ച് എൻ്റെ പട്ടി ഷൂസ്. നിതീഷിനെ കൊണ്ട് ഞാൻ നടക്കണ വീഡിയോ, ചാടണ വീഡിയോ എടുത്തില്ല. നടക്കണത് കുറച്ച് ക്യൂട്ട്നെസ് വാരി എറിയണ വീഡിയോ. പക്ഷേ ക്യൂട്ട്നെസ് ആണെന്നറിയില്ല. എന്നെ പൊങ്കാല ഇടുന്നത് ബേസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഹൈക്കോടതിയിലേക്ക് പോകണം. അവിടെ കുറേ കുട്ടീസ് വന്നിരിക്കുന്നുണ്ട്. പിള്ളേർ ഞങ്ങൾ ശ്രദ്ധിച്ചു, കുറേ പിള്ളേർ കയറുന്നുണ്ട്. ടൂറായിട്ട് വരുന്നുണ്ട് വാട്ടർ മെട്രോ കയറാൻ. പിള്ളേർക്ക് ആഗ്രഹം കാണില്ലേ. ഞങ്ങൾക്ക് തിരിച്ച് ഞങ്ങളുടെ മെട്രോ വന്നു കഴിഞ്ഞപ്പോൾ 2 ചേട്ടന്മാർ അവിടെ ഇരുന്ന് വാല വീശുന്നുണ്ട്. പക്ഷെ ഒന്നും കിട്ടുന്നില്ല ഗൈസ്. എന്തിനാണോ ഇവർ എറിയുന്നതെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെന്നെത്തി, മറൈൻ ഡ്രൈവിലേക്കാണ് എത്തിയത്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ദാഹിച്ചു. അപ്പോൾ നിതീഷ് ഒരു കുലുക്കി പറഞ്ഞു. ആ ചേട്ടനെടുത്ത് അടിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ച ഗ്ലാസ് ഇപ്പം പൊട്ടുമെന്ന്. പക്ഷേ എന്തുകൊണ്ടോ അത് പൊട്ടില്ല ഗൈസ്. ഞാൻ ഇപ്പം പൊട്ടും എന്ന് വിചാരിച്ച് വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. പക്ഷേ പൊട്ടില്ല. ഭയങ്കര സ്ട്രോങ് അടിക്കുന്നേ. ഇത് നിതീഷിനുള്ളതാണ്. ഞാൻ ഭയങ്കര അതിബുദ്ധി കാണിച്ച് ഞാനൊരു ടെൻഡർ കോക്കനട്ട് ഷേക്കാണ് പറഞ്ഞത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ടെൻഡർ കോക്കനട്ട് ഷേക്കിൽ ടെൻഡർ കോക്കനട്ട് ഇല്ലായിരുന്നു ഗൈസ്. ഫുൾ പാലും കുറേ പഞ്ചസാരയും ഒരു വാനില ഐസ്ക്രീം മാത്രം അവർ ഇട്ട് തന്നതിനെ പറ്റിച്ചു ഗൈസ്. ഞാൻ നിതീഷിനോട് ചോദിക്കുന്നതാണ് ഈ കാരണം നല്ലതാണെന്ന്. ആക്ച്വലി നിതീഷിൻ്റെ മാങ്ങാ കുലുക്കി സർബത്ത് നല്ലതായിരുന്നു. എൻ്റെ ആയിരുന്നു പൊട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പൊട്ട. ഞാൻ നിതീഷിനോട് ഇങ്ങനെ പിടിക്കുക അങ്ങനെ പിടിക്കുന്നൊക്കെ പറയാൻ തുടങ്ങണം കേട്ടോ ഗൈസ്. ഇത് ഭയങ്കര വൃത്തിയുടെ സാധനമായിരുന്നു. ഞാൻ പകുതി കുടിച്ചോളൂ, പകുതി ആർക്ക് കൊണ്ട് കൊടുത്തിട്ട് വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഇന്ത്യൻ സർക്കസ് കാണാൻ.
ഇത് ഇനി പറയണ ഭയങ്കര വിഷമത്തോട് കൂടിയാട്ടോ കേസ് ഞാൻ പറയാം. ഞങ്ങളുടെ 800 രൂപ പോയതല്ല, ഞങ്ങൾ വേണമെന്ന് വെച്ച് കളഞ്ഞതാണ്, ഒന്ന് കണ്ട് കളയാമെന്ന്. പക്ഷെ ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു ഗൈസ്. ആകെ അതിനകത്ത് ഈ പെൺപിള്ളേർ വന്ന് എന്തെങ്കിലും കാണിക്കണം മാത്രമേ നല്ല ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഞങ്ങൾ മടുത്തുപോയി. അപ്പോൾ ഒരു വിഷമത്തോടെയാണ് ഞാൻ യാത്ര പറയുന്നത്. അപ്പോൾ ബൈ ഗൈസ്, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ടാറ്റ, ബൈ ബൈ.